ലോഹി സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രഷർ ചെലുത്തണം. പ്രഷർ ഉണ്ടായാൽ മാത്രമേ പുള്ളി അത് പുറത്തേക്ക് സാധനം വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലേ ഉള്ളൂ. അവസാന നിമിഷം വരെയും പുള്ളി അങ്ങനെ എന്താണ് പുള്ളി ആ ഒരു എന്താണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ഒരു സാധനം വരണമെന്ന് കഥയിൽ ലയിച്ച് മടിച്ചിരിക്കും സാർ. ഉള്ളിലുണ്ടാവും, പക്ഷേ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സമയമെടുക്കും. ഇപ്പം തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയുടെ യാദൃശികമായിട്ടാണ് പുള്ളി അതിൽ വന്ന് പെടുന്നതെങ്കിൽ പോലും ഒരു കഥ രൂപപ്പെടാൻ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു കഥയുടെ രൂപം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു ഇതല്ല, പക്ഷേ ഈ പശ്ചാത്തലത്തിൽ ഞാനൊരു കഥ പറയാം. ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്. അത് അദ്ദേഹം പറഞ്ഞു ഇതല്ല, ഞാനൊരു കഥ അതിൽ നിന്ന് രൂപപ്പെടുത്താം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്നുമില്ല, ബ്ലാങ്കായിട്ട് എൻ്റെ അടുത്ത് വരുന്നൊരു വിഷുവിൻ്റെ തലേ ദിവസം വൈകുന്നേരമാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഹോട്ടൽ മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിപ്പുണ്ട്. പ്രൊഡ്യൂസർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പുള്ളി ശബരിമലയിൽ പോയി വിഷുവിന് എന്തോ തുടങ്ങിയില്ല. പുള്ളി തിരിച്ചു വരുമ്പോൾ ഒരു കഥ കൊടുക്കണം. അതുകൊണ്ട് പുള്ളി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വേറെ പ്രോജക്റ്റായിട്ട് കുറേ പോയതൊക്കെയാണ്. അപ്പം രാവിലെ തൊട്ട് ഞാൻ രാവിലെ ഉണരുമ്പോഴും ഈ മനുഷ്യൻ കട്ടിൽ കിടക്കുകയാണ്. ഉണർന്ന് കിടപ്പുണ്ട്, പക്ഷേ പുള്ളി ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ എണീക്കുന്നില്ല, അവിടെ കിടപ്പാണ്. സാർ എങ്ങനെ ചൂട് പിടിപ്പിച്ചു? ഞാനൊന്നും ചെയ്തില്ല, എനിക്കും വലിയ പരിചയമില്ല. പുള്ളിയായിട്ട് അന്ന് തലേ ദിവസം കണ്ട പരിചയമില്ല. അങ്ങനെ കിടന്നു. അപ്പോൾ എനിക്കന്ന് ഉച്ചയ്ക്ക് എന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിഷുവിന് ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചുള്ളിക്കാട് ഒരു 11 മണിയായി പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു ലോഹി വരുന്നു, നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളി കിടന്ന് അതേ കട്ടിൽ കിടപ്പുണ്ടാകും. ഞാൻ പോയി, ഞാനൊരു 4 മണി 5 മണിയായപ്പോൾ തിരിച്ചു വന്നപ്പോഴും പുള്ളി അങ്ങനെ ഉണ്ടാകും. പുള്ളി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഞാൻ കുളിച്ചൊന്നുമില്ല. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ഞാൻ വിഷുവായിട്ട് ഇങ്ങനെ അത് കുഴപ്പമില്ല. ഞാൻ അപ്പോൾ ഇയാളെങ്ങനെ ഡള്ളാകുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നടക്കാം, ഇവിടെ വുഡ്ലാൻഡ്സ് ഹോട്ടൽ MG റോഡിൽ നമുക്കൊന്ന് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നടന്നു. ഞാനങ്ങനെ നടന്ന് സുഭാഷ് പാർക്കുണ്ട്, സുഭാഷ് പാർക്കിൻ്റെ അടുത്ത് പുഴയുടെ സൈഡിൽ അങ്ങോട്ട് രണ്ടുപേരും പുഴയെ നോക്കിയിരുന്നു, ഒന്നും മിണ്ടുന്നില്ല. ഈ യാത്രക്കിടയിലൊന്നും മിണ്ടുന്നില്ല. അവിടെ പോയി ഇരുന്ന് കുറേ നേരം ഇയാളൊന്നും മിണ്ടുന്നില്ല, ഞാനും മിണ്ടുന്നില്ല. കുറച്ച് ഇരുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു നടക്കാം പറഞ്ഞു. ശരി, തിരിച്ചു നടക്കാം. അങ്ങനെ നടന്ന് റോഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു കഥ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് സുഭാഷ് പാർക്കിൽ നിന്ന് ഈ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് നടക്കുന്ന ഒരു 15 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹം എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ഞാൻ ആ കഥ കേട്ട് ഭയങ്കര ത്രില്ഡായി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രമാത്രം ഒരു വലിയ മഹത്തായ ഒരു കഥയാണ് എൻ്റെ മുന്നിലേക്ക് വന്ന് വീഴുക എന്നുള്ളത്. ഞാനപ്പോൾ മുറിച്ചത് ഞാൻ ഇത് തന്നെ ചെയ്യാം, ഇതാണ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നു. രാത്രി കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പുള്ളിയെ കുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ പുള്ളി ആ കഥയുടെ പരിസരങ്ങളൊക്കെ കുറച്ചുകൂടെ രാത്രി പറഞ്ഞു. പിറ്റേ ദിവസം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഒരു 1 ലൈൻ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു രീതി എങ്ങനെയാണല്ലോ സിനിമയിൽ, ഒരു 1 ലൈൻ എഴുതുക. അപ്പോൾ 1 ലൈൻ എഴുതാനായിട്ട് ഏൽപ്പിച്ചു. രാവിലെ പുള്ളി പോയി പുള്ളി ഞാൻ വേറെ റൂം എടുത്ത് കൊടുത്തു. പുള്ളി അതുവരെ എൻ്റെ കൂടെയായിരുന്നു. പിറ്റേ ദിവസം വേറെ റൂം എടുത്തു. അവിടെ പുള്ളി പോയി നമ്മളൊരു 1 ലൈൻ എഴുതിയതാണ്. അങ്ങനെ രാവിലെ വിട്ടിട്ടൊരു ഉച്ചയൊക്കെയായപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു എനിക്ക് 1 ലൈൻ എഴുതാൻ അറിയത്തില്ല, ഞാൻ സീനായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ അപ്പോൾ എനിക്ക് 1 ലൈൻ കിട്ടാന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ നോക്കണം, മറ്റു കാര്യങ്ങൾ ചാർട്ടിങ്ങും പ്ലാനിങ്ങും ആർട്ടിസ്റ്റുകളൊക്കെ കാസ്റ്റ് ചെയ്യണം. അപ്പോൾ പുള്ളി എനിക്ക് അങ്ങനെ എഴുതാൻ അറിയത്തില്ല, ഞങ്ങൾക്ക് അത് ഒന്ന് സീനായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 സീൻ എഴുതി കഴിഞ്ഞിട്ട് പുള്ളി വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കി, ഇത് മതിയൊന്ന് നോക്കാൻ പറഞ്ഞു. ആ 3 സീൻ വായിച്ചപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. അതിഗംഭീരമായ 3 സീനുകളാണ് ആദ്യം. ഇപ്പോഴാ പടത്തിലുള്ള ആദ്യത്തെ 3 സീനുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എഴുതിക്കോളാൻ പറഞ്ഞു. ഇനി ചർച്ചയൊന്നും വേണ്ട, നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ പോയി ലൊക്കേഷൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പുള്ളിയെ അവിടെ ആക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ ലൊക്കേഷൻ നോക്കാൻ പ്രൊഡ്യൂസർ വന്നു. ഞങ്ങൾ ലൊക്കേഷൻ നോക്കലുമായിട്ടും ബാക്കി കാസ്റ്റിങ്ങുമായിട്ട് അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പുള്ളി അതിൻ്റെ ഒരു നല്ല ശതമാനം എഴുതി കഴിഞ്ഞു. അപ്പം അത്തരത്തിൽ ലോഹിയുമായിട്ടുള്ള എഴുത്തുകളിലൊക്കെ അങ്ങനെ ദീർഘമായ ചർച്ചകളുണ്ടാകില്ല. കാരണം ലോഹിയുടെ മനസ്സിലാണ് പൂർണ്ണമായിട്ട് ഇത് രൂപപ്പെടുന്നത്. അതിൻ്റെ രൂപപ്പെടുന്ന ഒരു ആദ്യ വേർഷൻ നമ്മുടെ അടുത്ത് പറയും. പിന്നെ എഴുതി വരുമ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. പുള്ളി എഴുതി വരുന്ന പേപ്പറുകൾ ഇങ്ങനെ എൻ്റെ മുമ്പിലെത്തും, ഞാനങ്ങ് വായിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയും. പക്ഷേ പുള്ളിയുടെ ഒരു എഴുത്തിൻ്റെ ഫ്ലോയെ ഞാൻ ബ്രേക്ക് ചെയ്യത്തില്ല. കാരണം അതിങ്ങനെ
അത് കാരണം അതൊരു ആർട്ടിഫിഷ്യൽ അല്ല, പുള്ളി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ക്രിയേഷനാണ് അത്. നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഇല്ലല്ലോ, ജനങ്ങളുടെ സാധാരണക്കാരുടെ കഥ അത് നമ്മൾ സാധാരണ സിനിമയിൽ ഒരു ആദ്യമധ്യാന്തം തീരുമാനിക്കപ്പെടും, ഇതാണ് തുടക്കം, ഇതാണ് ഇൻ്റർവെൽ ഇവിടെ വരും, അങ്ങനത്തെ ഒന്നും ആ രീതി അല്ല പുള്ളിയുടെ. അപ്പോൾ വൺ ലൈൻ എഴുതുമ്പോൾ നമ്മൾ ക്ലൈമാക്സ് ഒക്കെ ആദ്യം ചെയ്യും. പുള്ളി അങ്ങനെ ഇട്ടാൽ നമ്മൾ അവിടെ സ്റ്റക്ക്, അതിൽ നിന്നൊരു വളർച്ച ഉണ്ടാകത്തില്ല. മുൻകൂട്ടി ഇതിൻ്റെ ക്ലൈമാക്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താനേ ശ്രമിക്കത്തുള്ളൂ. നമുക്ക് അതിന് പകരം നാച്ചുറലായിട്ട് കഥ വളരട്ടെ. ഒരു നോവൽ എഴുതുന്ന പോലെ കഥാപാത്രങ്ങൾ സ്വയം വളരട്ടെ, കഥ സ്വയം വികസിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ സത്യസന്ധമായ ഒരു സിനിമകൾ ഉണ്ടായത്. അത് കഴിഞ്ഞ ശേഷം അതിനുശേഷം നമ്മൾ എഴുതാപ്പുറങ്ങൾ എന്ന് പറയുന്ന സിനിമയാണ് ചെയ്യുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ്. അതിനും പുള്ളി എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, ഒരു 3 സ്ത്രീകൾ, സമൂഹത്തിൻ്റെ 3 തലങ്ങളിൽ നിൽക്കുന്ന 3 സ്ത്രീകളുടെ കഥയാണിത്. ഒന്ന് ഒരു സാഹിത്യകാരി എന്ന നിലയിൽ ജീവിതത്തെ കുറച്ച് ഗൗരവപൂർവ്വം കാണുന്നത്, ഒന്ന് പിന്നെ ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീ പക്ഷേ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന മാരീഡ് ലൈഫിലുണ്ടാകുന്ന ഫ്രിക്ഷൻസ്, മറ്റത് പൂർണ്ണമായിട്ടും ഭർത്താവിൻ്റെ താല്പര്യങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്ന സാധാരണ സ്ത്രീ. ഈ 3 കഥാപാത്രങ്ങളിലൂടെയാണ് ആ കഥ പറയുന്നത്.